കർത്താവ് നിങ്ങളോട് കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു സിനഗോഗിൽ നിന്ന് ഇറങ്ങി യാക്കോബിനോടും യോഹന്നാനോടും കൂടെ ശിമിയോന്റെയും അന്ത്രയോസിൻ്റെയും ഭവനത്തിലെത്തി. ശിമിയോന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടപ്പായിരുന്നു. അവളുടെ കാര്യം അവർ അവനോട് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ അവരെ ശുശ്രൂഷിച്ചു. അന്ന് വൈകുന്നേരം സൂര്യാസ്തമയമായപ്പോൾ രോഗികളും പിശാച് ബാധിതരുമായ എല്ലാവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. നഗരവാസികളെല്ലാം വാതിക്കൽ സമ്മേളിച്ചു. വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ അവൻ സുഖപ്പെടുത്തി. അനേകം പിശാചുകളെ പുറത്താക്കി. പിശാചുകൾ തന്നെ അറിഞ്ഞിരുന്നതുകൊണ്ട് സംസാരിക്കാൻ അവരെ അവൻ അനുവദിച്ചില്ല. അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. അവിടെ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ശിമിയോനും കൂടെ ഉണ്ടായിരുന്നവരും അവനെ തേടി പുറപ്പെട്ടു. കണ്ടെത്തിയപ്പോൾ അവർ പറഞ്ഞു, എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു. അവൻ പറഞ്ഞു, നമുക്ക് അടുത്ത പട്ടണത്തിലേക്ക് പോകാം. അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. അതിനാണ് ഞാൻ വന്നിരിക്കുന്നത്. സിനഗോഗുകളിൽ പ്രസംഗിച്ചുകൊണ്ടും പിശാചുകളെ പുറത്താക്കിക്കൊണ്ടും അവൻ ഗലീലയിലുടനീളം സഞ്ചരിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിലെത്രയും സ്നേഹമുള്ളവരെ, ആണ്ടുവട്ടത്തിലെ 5-ാം ഞായറാഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുമ്പോൾ ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 29 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങളാണ്. പത്രോസിൻ്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തുന്ന ഒരു രംഗമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. യേശുനാഥൻ തൻ്റെ പരസ്യ ജീവിതം ആരംഭിച്ചതിന് ശേഷം നടക്കുന്ന ആദ്യ സംഭവങ്ങളിൽ ഒന്നായിട്ടാണ് ഇതിനെ കണക്കാക്കുക. തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് തുടങ്ങിയതേയുള്ളൂ. അങ്ങനെ ആകെ 4 ശിഷ്യന്മാർ മാത്രമാണ് ഇപ്പോൾ യേശുവിൻ്റെ കൂടെയുള്ളത്. ആ ഒരു അവസരത്തിൽ ആദ്യം കഫർനാമിലെ സിനഗോഗിൽ വെച്ച് അവൻ പഠിപ്പിക്കുവാൻ തുടങ്ങി. ആ പഠിപ്പിച്ചതിൻ്റെ രത്നച്ചുരുക്കം എന്ന് പറയുന്നത് ഇപ്രകാരമാണ്: സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഈ ഒരു വചനം അവർക്ക് നൽകിയതിന് ശേഷമാണ് പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ ഭവനത്തിലേക്ക് യേശുനാഥൻ കടന്നു വരുന്നത്. തൻ്റെ ശുശ്രൂഷയുടെ ഒരു രത്നച്ചുരുക്കം ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. യേശുനാഥൻ എപ്രകാരമാണ് തൻ്റെ പ്രസംഗങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ പഠിപ്പിച്ചത്. ആ പ്രസംഗങ്ങൾ സാധൂകരിക്കുന്ന വിധത്തിലുള്ള സൗഖ്യ ശുശ്രൂഷ, അതോടൊപ്പം തന്നെ ചുറ്റി സഞ്ചരിക്കുന്ന യേശുവിൻ്റെ ഒരു ചിത്രം, ഇതെല്ലാം ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ സുവിശേഷത്തിൻ്റെ പ്രധാന സന്ദേശം എന്ന് പറയുന്നത് തീർച്ചയായും കർത്താവിൻ്റെ പരസ്യ ജീവിതം തന്നെയാണ്. അവൻ എപ്രകാരമാണ് തൻ്റെ ജീവിതത്തെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിന് വേണ്ടി ക്രമീകരിച്ചത് എന്നാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുക. ഒന്നാമതായി ചുറ്റി സഞ്ചരിക്കുന്ന യേശുവിൻ്റെ ചിത്രമാണ് മർക്കോസ് ഇവിടെ വരച്ചു കാണിക്കുന്നത്. തീർച്ചയായും യഥാർത്ഥത്തിൽ അയക്കപ്പെട്ടവൻ യേശുനാഥൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങിപ്പോകേണ്ട ഒരാളല്ല യേശുനാഥൻ. യേശുനാഥൻ തൻ്റെ പ്രിയ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോഴും അവരുടെ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ തുടക്കത്തിലേ തന്നെ അവർ മനസ്സിലാക്കേണ്ട പ്രധാന ഒരു പാഠം എന്ന് പറയുന്നത് തങ്ങളുടെ വ്യക്തി താല്പര്യങ്ങൾക്കും അതീതമായി പ്രവർത്തിക്കേണ്ട ഒരാളാണ് യേശുവിൻ്റെ ശിഷ്യൻ എന്നാണ്. തൻ്റെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും എല്ലാം ഉപേക്ഷിച്ച് ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കാതെ ചുറ്റും സഞ്ചരിക്കണമെന്നും എല്ലായിടത്തും ദൈവത്തിൻ്റെ സുവിശേഷം എത്തിക്കണം എന്ന ഒരു സന്ദേശമാണ് ഇതിലൂടെ യേശുനാഥൻ തൻ്റെ പ്രിയ ശിഷ്യന്മാർക്ക് നൽകുക.
അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് തന്നെ ഒതുങ്ങി നിൽക്കാതെ എല്ലാ പട്ടണങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്ന ഒന്നായി യേശുവിൻ്റെ സുവിശേഷ പ്രഘോഷണവും ദൗത്യവും മാറുന്നത് ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് മറ്റുള്ളവർ നിന്നെ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും അവരോട് നമുക്ക് മറ്റു പട്ടണങ്ങളിലേക്ക് പോകാം, അവിടെയും എനിക്ക് സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു എന്ന് തൻ്റെ പ്രിയ ശിഷ്യന്മാരോട് യേശുനാഥൻ പറയുന്നത്. അതുപോലെ സൗഖ്യം നൽകുന്ന ഒരു യേശുവിനെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. പത്രോസിൻ്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തുന്ന യേശു. പ്രിയമുള്ളവരെ, അവിടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു പദം അവർ അവളുടെ അവസ്ഥയെക്കുറിച്ച് അവനെ അറിയിച്ചു എന്നാണ്. ആരാണ് ഈ അവർ എന്ന് സുവിശേഷത്തിലും മറ്റ് വ്യാഖ്യാനങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കില്ല. പക്ഷേ തീർച്ചയായും അവിടെ കൂടിയിരുന്ന വ്യക്തികളാണ് യേശുവിനെ പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ പനിയെക്കുറിച്ച് അറിയിക്കുന്നത് എന്ന് നിശ്ചയമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു ദൗത്യത്തെയാണ് അത് സൂചിപ്പിക്കുക. മറ്റുള്ളവരെക്കുറിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാനുള്ള പ്രത്യേകമായ ഒരു ദൗത്യം നമുക്കെല്ലാവർക്കും ദൈവം നൽകിയിട്ടുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ മാത്രമല്ല കർത്താവിൻ്റെ സന്നിധിയിൽ ഉന്നയിക്കേണ്ടത്, മറിച്ച് മറ്റുള്ളവരുടെ അവസ്ഥകൾ തിരിച്ചറിഞ്ഞ് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിക്കുവാനുള്ള വലിയൊരു ദൗത്യം കൂടി കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. അത് ദൈവത്തിനും മനുഷ്യരുടെയും ഇടയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് നാം മാറണം. അവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വ്യക്തി. അങ്ങനെ ഒരു വ്യക്തിക്ക് മാത്രമാണ് എപ്പോഴും മറ്റുള്ളവരെക്കുറിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിക്കുവാൻ സാധിക്കുക. അല്ലെങ്കിൽ നമ്മൾ സ്വാർത്ഥമതികളായി നമ്മുടെ കാര്യങ്ങൾ മാത്രം കർത്താവിൻ്റെ സന്നിധിയിൽ ഉന്നയിച്ച് കടന്നു പോകുന്നവരായിട്ട് മാറും. അതേസമയം അങ്ങനെയുള്ള ഒരു വ്യക്തിയെ അല്ല കർത്താവ് പ്രതീക്ഷിക്കുക, മറിച്ച് ദൈവവും മനുഷ്യരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുവാനാണ് കർത്താവ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുക കർത്താവ് മറ്റുള്ളവരെയും സുഖപ്പെടുത്തുന്നതാണ്. ഇവിടെ പത്രോസിൻ്റെ അമ്മായിയമ്മ കർത്താവിൻ്റെ സൗഖ്യം ഏറ്റുവാങ്ങിയതിന് ശേഷം കർത്താവിനെ ശുശ്രൂഷിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോഴും മറ്റുള്ളവർ അവിടെ അടങ്ങി ഒതുങ്ങി നിൽക്കുകയല്ല, മറിച്ച് അവരെന്താണ് ചെയ്തത്? ഇതുപോലെ രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാവരെയും തേടിയിറങ്ങി ആ നഗരത്തിലുള്ള എല്ലാ രോഗികളെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അവർ കൊണ്ടുവരികയാണ്. ഞങ്ങളുടെ ഒരു സഹോദരി മാത്രം സുഖം പ്രാപിച്ചാൽ പോരാ, ഞങ്ങളുടെ ചുറ്റുവട്ടത്തുമുള്ള മറ്റുള്ളവരും കർത്താവിൻ്റെ സൗഖ്യം ഏറ്റുവാങ്ങണം എന്ന ആഗ്രഹത്തോടുകൂടെ പ്രവർത്തിക്കുന്നവർ. പ്രിയമുള്ളവരെ, അവിടെയും നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. എൻ്റെ ചുറ്റുവട്ടത്തുമുള്ള വ്യക്തികൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുമ്പോൾ എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതയാണോ തോന്നാറ്, അതോ സന്തോഷമാണോ തോന്നാറുള്ളത്? സന്തോഷിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായും അവരുടെ കൂട്ടത്തിൽ നമ്മളെ ചേർത്ത് വാങ്ങിക്കുവാൻ നമുക്ക് കഴിയും. അല്ലെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്കൊരിക്കലും ആ ഒരു ഗണത്തിലേക്ക് ചേരുവാൻ സാധിക്കില്ല. നമ്മൾ അസ്വസ്ഥരാകുന്ന വ്യക്തികളാണ്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മകൾ കിട്ടുമ്പോൾ അസൂയപ്പെടുന്ന വ്യക്തികളാണ്. അതോടൊപ്പം തന്നെ അവരെ മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായിട്ട് നാം ഓരോരുത്തരും മാറും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എല്ലാവരും എന്താണ് ചെയ്യേണ്ടത്? മറ്റുള്ളവരെയും ദൈവത്തിലേക്ക് അടുപ്പിക്കുകയും കർത്താവിൻ്റെ സൗഖ്യം അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുടെ ഗണത്തിലേക്ക് നമ്മളെ കൂട്ടിച്ചേർക്കുവാൻ പരിശ്രമിക്കുക. പിന്നീട് ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്ന പിശാചുകളോട് ആജ്ഞാപിക്കുന്ന കർത്താവിനെയാണ്. കാരണം പിശാചുക്കൾക്ക് താൻ ആരാണെന്ന് അറിയാവുന്നത് കൊണ്ട് അവരെ സംസാരിക്കുവാൻ കർത്താവ് അനുവദിക്കുന്നില്ല. എന്തുകൊണ്ടാണ് കർത്താവ് അപ്രകാരം പ്രവർത്തിച്ചത്? താൻ ഒരു മിശിഹായാണ് എന്ന് മറ്റുള്ളവർ തിരിച്ചറിയാൻ പാടില്ല എന്ന് യേശുനാഥൻ ആഗ്രഹിച്ചിരുന്നു. ഒരു മിശിഹാ രഹസ്യം അല്ലെങ്കിൽ മെസ്സിയാനിക രഹസ്യം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം താൻ ഒരു മിശിഹായാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, താൻ അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് മറ്റുള്ളവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് തൻ്റെ പ്രവർത്തനത്തെ ബാധിക്കാനുള്ള കാര്യമുണ്ട് എന്ന് യേശുനാഥൻ തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് മറ്റുള്ളവരോട് അത് പറഞ്ഞു കൊടുക്കുവാൻ പിശാചുബാധിതരായ വ്യക്തികളെ അവിടുന്ന് അനുവദിച്ചില്ല. അവരോട് ആജ്ഞാപിച്ചു, നിങ്ങൾ സംസാരിച്ചു പോകരുത്. പ്രിയമുള്ളവരെ, പിന്നീട് നമ്മൾ കാണുന്നത് ദൈവവുമായി ഐക്യപ്പെടുന്ന യേശുവിനെയാണ്. അവൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത്
രാത്രിയിലും യാമങ്ങളിലും കർത്താവിനോട് കൂടെ ആയിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. പ്രാർത്ഥിക്കുന്ന യേശുവിനെയാണ് നമ്മളിവിടെ കാണുക. ദൈവപുത്രനാണ് എങ്കിൽ കൂടി കൃത്യമായി പ്രാർത്ഥിക്കുന്ന യേശു, തൻ്റെ ശുശ്രൂഷകളുടെ അവസാനം എപ്പോഴും ദൈവത്തിന് നന്ദി പറയുന്ന യേശു, ദൈവത്തോട് ആയിരിക്കുവാൻ വേണ്ടി വിജന സ്ഥലങ്ങളിലേക്ക് പിന്മാറുന്ന യേശു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഈ ഒരു ദൈവത്തോടു കൂടെ ആയിരിക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കണം. നമ്മുടെ എല്ലാ ജോലിയും കഴിഞ്ഞതിന് ശേഷവും കർത്താവിൻ്റെ സന്നിധിയിൽ അല്പസമയം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥ നാം ഓരോരുത്തരും സൃഷ്ടിച്ചെടുക്കണം. അതാണ് നമ്മുടെ ശക്തി സ്രോതസ്സ് എന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, പക്ഷേ കർത്താവിനോട് കൂടെ ആയിരിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ പ്രിയമുള്ളവരെ, അതൊരിക്കലും നമ്മളെ വളർത്തുകയില്ല, മറിച്ച് തളർത്തുക മാത്രമായിരിക്കും ചെയ്യുക. അതുകൊണ്ട് കർത്താവിനോട് കൂടെ ആയിരിക്കുവാൻ നാം ഓരോരുത്തരും തയ്യാറാകണം. കർത്താവിൻ്റെ സന്നിധിയിൽ അല്പസമയം ഇരുന്ന് പ്രാർത്ഥിക്കുക. ഓരോ ദിവസവും നമ്മുടെ എല്ലാ ജോലിയും തീർത്തതിന് ശേഷം, നമ്മുടെ എല്ലാ അധ്വാനത്തിനും ശേഷം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന്, കർത്താവേ, ഇന്നേ ദിവസം എനിക്കിതെല്ലാം ചെയ്യാൻ സാധിച്ചു, അതെല്ലാം അങ്ങയുടെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദി പറയുമ്പോൾ പ്രിയമുള്ളവരെ, അടുത്ത ദിവസവും കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടെ ജോലി ചെയ്യുവാൻ തക്കവിധം കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വളർത്തും. അവിടെ നാം ഓരോരുത്തരും തളർന്നു പോകില്ല, മറിച്ച് കൂടുതൽ ഊർജ്ജസ്വലതയോടെ നമുക്ക് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ സാധിക്കും. അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവബലിയിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം തൻ്റെ ശുശ്രൂഷ എപ്രകാരമാണ് യേശുവിനെ ഏൽപ്പിച്ചത്, അത് യേശു എത്രമാത്രം വിശ്വസ്തയോടെയാണ് ഈ ലോകത്തിൽ നിർവഹിച്ചത്, അതുപോലെ നമ്മളെയും ഏൽപ്പിച്ചിരിക്കുന്ന ആ ശുശ്രൂഷ കൂടുതൽ വിശ്വസ്തയോടെ ഉത്തരവാദിത്വത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യുവാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും കർത്താവ് ആ ഒരു കൃപ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് സമൃദ്ധമായിട്ട് വർഷിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.